നമ്മുടെ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ജീവൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഫാത്തിഹ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഖുർആനിന്റെയും നമസ്കാരത്തിന്റെയും സവിശേഷമായ ഒരു ഭാഗമാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ സുന്നത്തുകള്, വാജിബുകള്, നമസ്കാരത്തിന്റെ ഫർളുകളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പോയത് നേരെ ഫാത്തിഹ സൂറത്തിന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതകളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതിനുശേഷം ഫാത്തിഹയുടെ പേരുകൾ നമ്മൾ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? പേരുകൾ ഓർമ്മ ഉണ്ടോ? ഉമ്മുൽ ഖുർആൻ, മാഷാ അല്ലാഹ്. സബഉൽ മസാനി. സബഉൽ മസാനി അല്ലേ? പിന്നെ കിതാബ്. മാഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു. പിന്നെ ഇതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമസ്കാരം ഒരു മുനാജാത്താണെന്ന് പറയുമ്പോൾ അതിൽ ഫാത്തിഹ സൂറത്താണ് യഥാർത്ഥത്തിൽ മുനാജാത്ത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതിന്റെ മറ്റൊരു സമുദായത്തിനും കൊടുക്കാത്ത ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തിന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് നൽകിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്ന് ഓടിച്ചു പോയാൽ മതി. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരം ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. അത് ആ ഭാഗം തന്നെയാണ്. അള്ളാഹു അടിമയും തമ്മിലുള്ള മുനാജാത്താണ് നമ്മൾ പറഞ്ഞു. ഹദീസുകളും മുമ്പുള്ളവർക്ക് കിട്ടാത്തതാണെന്നൊക്കെ പറഞ്ഞു. പോട്ടെ. ഇനി ഫാത്തിഹ സൂറത്ത് ഒരാൾക്ക് മനപ്പാടല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ മതി ഒരാൾ. ഇത് പഠിക്കുന്നത് വരേക്കും അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു അവസാനം പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഉറക്കം ഓതുന്ന നമസ്കാരങ്ങളിൽ മാമൂം ഉറക്കം ഓതേണ്ടതില്ല. അതായത് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുമ്പോൾ അപ്പോഴാണല്ലോ മാമൂം ഉണ്ടാവുള്ളൂ. ഉറക്കം ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിൽ അത് വേണ്ട. പതുക്കെ ഓതുന്നവയിലാണെങ്കിൽ നമ്മൾ എന്തായാലും ഓതണം എന്നാണ്. അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആമീനിലാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് ആമീനിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ 9ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാണ്. ആമീനാണ് നമ്മുടെ വിഷയം. ആമീനും അതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖുർആൻ പാരായണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് നമസ്കാരത്തിൽ ഏതിനാണ് സവിശേഷത, സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏതൊക്കെയാണ് ചെല്ലാൻ പ്രത്യേകമായി നബി പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയോ? ശരി. നമ്മുടെ ഏതൊരു പ്രാർത്ഥനയ്ക്ക് ശേഷവും നമ്മള് അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറയുന്നതിനാണ് ആമീൻ എന്ന് പറയാ അല്ലെ. അത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കണം ആ പ്രാർത്ഥന. അതാണ് ആമീൻ. ശരി, നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ എവിടെയാണ് പേജ് എത്തി നിൽക്കുന്നതെന്ന് അറിയാവോ? പേജ് നമ്പർ 105. 105. 105 ആമീൻ കണ്ടോ? ആ ഭാഗം കണ്ടോ നിങ്ങള്? ഒന്ന് വായിക്കാവോ എങ്ങനെയാണ് ആമീന്റെ ഭാഗം തുടങ്ങുന്നതെന്ന്? വായിക്കോ, ഒരാൾ വായിക്കും. ആമീൻ ചൊല്ലലും ഇമാം അത് ഉറക്കെ പറയലും.
നമസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് ഉറക്കെ ശബ്ദം നീട്ടിക്കൊണ്ട് പറയുമായിരുന്നു. ഇമാം ബുഖാരിയും അബൂദാവൂദും ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോ ആമീൻ എന്ന് പറയുന്നതിന് പകരം ആമീൻ എന്ന് നീട്ടിക്കൊണ്ട് പറയുന്നത് സുന്നത്താണെന്ന് അർത്ഥം. അതിങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞുണ്ടാക്കിയ സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തന്നെയാണ്. ആ ഒരു ഈണത്തിലും താളത്തിലും ഒക്കെ ആമീൻ പറയുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞ ആമീൻ ഒന്ന് ഉഷാറാവട്ടെ. ആൾക്കാർക്ക് ഉറക്കം ഇപ്പൊ തന്നെ വരുന്നുണ്ട് തോന്നുന്നു. നിങ്ങളുടെ റെസ്പോൺസ് ഉഷാറായിരുന്നു എല്ലാരും. ഇനിയുണ്ട് ആമീൻ. ഒന്നുകൂടി എല്ലാവരും പറയണം ഒരേ സ്വരത്തിൽ. എല്ലാരും അൺമ്യൂട്ട് ആക്കിയിട്ട് ആ വലവാലിനൊന്ന് ചൊല്ലിയാൽ മതി, അപ്പൊ ബാക്കി പറയും ഒരുമിച്ച്. വലദ്ദാല്ലീൻ ഇമാം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ ഉടനെ മാമൂമികളൊക്കെ ആമീൻ പറയാ, അങ്ങനെയാണോ? അല്ല, ഇമാമിന്റെ ഒപ്പം പറയലേ, ഇമാമിന്റെ ഒപ്പം പറയലേ. യെസ് യെസ് കറക്റ്റ്. ഇമാമിന്റെ കൂടെയാണ് അത് പറയേണ്ടത് അല്ലെ? അത് നമ്മുടെ ടെക്സ്റ്റിൽ കാണാൻ സാധിക്കും. തന്നെ പിന്തുടരുന്നവരോട് ഇമാം ആമീൻ എന്ന് പറഞ്ഞ തൊട്ടുടനെ ആമീൻ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമായിരുന്നു, അവിടുന്ന് പറയുമായിരുന്നു. ഇദാ ഖാലൽ ഇമാം, ഇമാമ പറഞ്ഞാൽ എന്ത്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഇമാം പറഞ്ഞു കഴിഞ്ഞാൽ ഫഖൂലു ആമീൻ, അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ആമീൻ എന്ന് പറയണം. ഫഇന്നൽ മലായിക തഖൂലു ആമീൻ വഇന്നൽ ഇമാം യഖൂലു ആമീൻ. ഇമാം ആമീൻ പറയുന്നു, മലക്കുകളും ആമീൻ പറയുന്നു എന്ന്. അതായത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലാഹുവേ നിന്റെ കോപത്തിന് ഇരയായവരുടെയും വഴിപിഴച്ചവരുടെയും അല്ലാത്ത മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞില്ലേ? നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗം, എന്നാൽ നീ കോപിച്ചവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗമല്ല. അതായത് ജൂത ക്രിസ്ത്യാനികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. അവരുടെ മാർഗത്തിലല്ല, ഞങ്ങൾക്ക് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്ത്, അതിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഫാത്തിഹയിൽ ഉണ്ടായത് കൊണ്ടാണ് ഫാത്തിഹയ്ക്ക് എന്ത് പേര് വന്നത്? പറയും. സൂറത്തു ദുആ, പ്രാർത്ഥന എന്ന അധ്യായം അല്ലെ? ഫാത്തിഹയ്ക്ക് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്, ദുആ. നേരത്തെ അതാരും പറഞ്ഞില്ല. സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ എന്നാണ്. അപ്പൊ ളുഹറിലും അസറിലും മഗ്രിബിലും എല്ലാ റക്അത്തിലും, അതുപോലെ തന്നെ നമുക്ക് രാത്രി കിടക്കുമ്പോഴും, അതുപോലെ തന്നെ എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാവുന്ന, നമ്മൾ ദുആന്റെ മുമ്പ് ഫാത്തിഹ ചൊല്ലി ദുആ ഇറന്നാൽ അതിന് ഉത്തരമുണ്ടെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാ സമയത്തും ആവർത്തിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് നമസ്കാരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അത് സബഉൽ മസാനി. സബഅ എന്ന് പറഞ്ഞാൽ 7 എണ്ണം, മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ എന്നുള്ള അർത്ഥത്തിലാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സൂറത്തുൽ ഫാത്തിഹ ആദ്യമായിട്ട് ഖുറാനിൽ ഒന്നിച്ച് അവതരിച്ച അധ്യായമാണെന്ന് പറയപ്പെടാറുണ്ട്. അതായത് ഒരു സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ച് അവതരിപ്പിച്ചത്, ആദ്യമായിട്ട് അങ്ങനെ ഇറങ്ങിയത് ഫാത്തിഹ സൂറത്താണ്. സൂറത്തുൽ അലഖാണ് ഏറ്റവും ആദ്യം ഇറങ്ങിയത് അല്ലേ? പക്ഷെ അത് മുഴുവൻ ഇറങ്ങിയിട്ടില്ല. അത് പിന്നെ നബി അതിന്റെ ബാക്കി അവിടെ വെച്ചതാണ്. ആദ്യത്തെ 5 ആയത്തുകളാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ വാചകങ്ങളാണ് ആദ്യം ഇറങ്ങിയത് ഹിറാ ഗുഹയിൽ വെച്ച് അല്ലെ? സൂറത്തുൽ അലഖിൽ പിന്നെയും ബാക്കി വാചകങ്ങളുണ്ട്, അത് അവിടെ വെച്ച് ഇറങ്ങിയതല്ല. കാരണം അതിന്റെ അവസാനത്തിൽ സുജൂദൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതെന്തായാലും അവിടെ വെച്ച് ഇറങ്ങിയതല്ല. അവിടെ വെച്ച് അങ്ങനെ നബി സുജൂദ് ചെയ്തതായിട്ട് ചരിത്രമില്ല. അവിടുന്ന് ഭയപ്പെട്ട് നേരെ വീട്ടിലേക്ക് ഓടി വന്നതാണല്ലോ. അപ്പം
ഭാഗികമായിട്ടാണ് ആയത്തുകൾ ഇറങ്ങാറുള്ളത്, സന്ദർഭോചിതമായിട്ടാണ് ഇറങ്ങാറുള്ളത്. പിന്നെ ഈ ആയത്തുകളൊക്കെ എവിടെ വെക്കണം, എപ്പോൾ വെക്കണം, എങ്ങനെ വെക്കണം, എത്രാമത്തെ ആയത്തായിട്ട് വെക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തീരുമാനിച്ചത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്? വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനിച്ചതാണ്. ഊതീതുൽ ഖുർആന വ മിസ്ലഹു മഅഹു എന്ന് റസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഖുർആനും തത്തുല്യമായതും ലഭിച്ചിട്ടുണ്ട്. ഖുർആനിന് പുറമേയും വഹിയുണ്ട്, എല്ലാ വഹിയും ഖുർആനല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിന് പുറമേയുള്ള വഹി എന്ന് പറഞ്ഞാൽ അത് സുന്നത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സുന്നത്തുകളിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് സുന്നത്തിൽ വന്നിട്ടും ഉണ്ടാവില്ല. പിന്നെ നബി ഇങ്ങനെ വാചികമായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പലപ്പോഴും കാണാറില്ല. ഏത് ഇന്ന ആയത്തിന് ശേഷം നിങ്ങൾ ഇന്ന ആയത്ത് വെക്കൂന്നോ, അതൊക്കെ കുത്താബുൽ വഹീനോട് നബി പറഞ്ഞ കാര്യങ്ങളാണ്. 10 ആളുകൾ അല്ലെ 40 ആളുകൾ പ്രവാചകന്റെ വഹീന്റെ എഴുത്തുകാരായിട്ടുണ്ടായിരുന്നു. അതിൽ 10 ആളുകളാണ് പ്രമുഖന്മാരായ ആളുകൾ. അവരോടാണ് നബി ഓരോ സൂറത്ത് ഇന്നതാണ്, ഇന്ന ആയത്തുകൾ ഇപ്പൊ ഇറങ്ങിയത് ഇന്നതിന് ശേഷമാണ്. ഇപ്പം ബഖറയിലൊക്കെ 286 ആയത്തുണ്ട്. അപ്പം ആ 286 ആയത്ത് ഒറ്റയടിക്ക് ഇറങ്ങിയതല്ലല്ലോ, അതൊരു സൂറത്തായിട്ട് ഇറങ്ങിയതല്ല. അത് പല സന്ദർഭങ്ങളായി പല സമയങ്ങളിലായിട്ട് ഇറങ്ങിയതാണ്. അപ്പം അതൊക്കെ എവിടെ വെക്കണം, ഒന്നാമത്തെ ആയത്തേത്, രണ്ടാമത്തെ ആയത്തേത്, മൂന്നാമത്തെ ആയത്തേത്, നാലാമത്തെ ആയത്തേത്, ഇതൊക്കെ കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാണ് പറഞ്ഞത്, ജിബ്രീൽ എല്ലാ മാസവും വന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കും, ഇത് കറക്റ്റ് ആണോ, വെച്ചത് ശരിയാണോ, ഓതുന്നത് ശരിയാണോ, ഖിറാഅത്ത് കറക്റ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ പരിശോധിച്ച് എഡിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു പോയ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ആദ്യമായിട്ട് ഒരു സൂറത്ത് സമ്പൂർണമായി പൂർണ്ണ രൂപത്തിൽ ഒരു സൂറത്ത് കാമിലായ രീതിയിൽ ഇറങ്ങിയത് ഫാത്തിഹ സൂറത്താണ് എന്ന് പറയപ്പെടാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഫാത്തിഹ സൂറത്ത് അങ്ങനെ സമ്പൂർണമായി ഇറങ്ങിയതാണെന്നുള്ളത് അതിന്റെ ഒരു ആദ്യമായിട്ട് അങ്ങനെ ഇറങ്ങി എന്നുള്ളത് അതിന്റെ ഒരു സവിശേഷതയാണ്. പിന്നെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഒന്നിച്ചിറങ്ങിയതിനാണ്. ഇപ്പൊ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ ഒന്നിച്ചിറങ്ങിയ സുഹൃത്തുക്കളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, ഇതൊക്കെ നാസ്, ഇഖ്ലാസ്, പിന്നെ ഫലക്ക്, ഇങ്ങനത്തെ കുറെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഒന്നിച്ച് ചെറുത് ഒക്കെ ഒന്നിച്ചിറങ്ങിയതാണ്. വലിയ സുഹൃത്തുക്കളും ഒന്നിച്ചിറങ്ങിയതുണ്ട്. പക്ഷെ ആദ്യമായിട്ട് പൂർണ്ണമായ രീതിയിൽ ഇറങ്ങിയത് ഫാത്തിഹയാണെന്ന് പറയപ്പെടാറുണ്ട്. അത് അതിന്റെ ഒരു സവിശേഷതയാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ ഹദീസിൽ നമ്മൾ വായിച്ചത് എന്താ വെച്ചാല്, ആ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നമ്മുടെ പ്രാർത്ഥനയുടെ കോർ അതാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് ഇമാമ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ആമീൻ എന്ന് പറയണം എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. പിന്നൽ മലായിക തഖൂലു ആമീൻ, പിന്നെ യഖൂലുൽ ഇമാമു ആമീൻ, ഇമാമും മാലാഖമാരും ആമീൻ ചൊല്ലും. ഈ വിഷയത്തിൽ കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് അൽബാനി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഇദാ അമ്മനൽ ഇമാം ഫഅമ്മിനു എന്നാണ്. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക എന്നാണ്. അപ്പം പിന്നെ ഫമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക, വളരെ മനോഹരമായ ഒരു ഹദീസാണ്. ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വരികയാണ്. ഇമാം ആമീൻ പറയുന്നു, നമ്മൾ ആ കൂട്ടത്തിൽ ആമീൻ പറയുന്നു. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് ഇമാം പറഞ്ഞതിന് ശേഷം ഇമാം ആമീൻ പറയുന്നു, ഇമാമിനോടൊപ്പം നമ്മളും ആമീൻ എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ആമീൻ പറയുമ്പോൾ ആരുടെയെങ്കിലും ആമീൻ അത് മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വരികയാണെങ്കിൽ, എന്ത് രസമാണത്! മലക്കുകളും ആമീൻ പറയുന്നു മറ്റൊരു ഹദീസിൽ. ഇനി ആ മലക്കുകൾ പറയേണ്ട കൂടെ ഒരാളുടെ ആമീൻ യോജിച്ചു വരികയാണെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, ഒരേ ഈണത്തിൽ ഒരേ താളത്തിൽ, പലരും പല രീതിയിലാണ് ആമീൻ പറയാ. ആമീൻ ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ആമീൻ പറഞ്ഞപ്പോ പലരും പല രൂപത്തിലാണ് പറഞ്ഞത് അല്ലെ. കുറച്ച് ചിലപ്പോ ആമീൻ എന്ന് പറയുന്നവരുണ്ടാവും, ആമീൻ രണ്ട് നിൽക്കുന്നവരുണ്ടാവും. ഇതിനൊക്കെ മലക്കുകളുടെ ആമീനുമായി ഒരാളുടെ ആമീൻ യോജിച്ചു വരികയാണ് എങ്കിൽ പിന്നെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന റസൂല് പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും എന്ന്, അള്ളാഹു പുറത്തു കൊടുക്കും എന്ന്. മറ്റൊരു റിപ്പോർട്ടില് നിങ്ങൾ നമസ്കാരത്തിൽ, അതിനു മുമ്പുള്ള സ്ലൈഡ്, നിങ്ങൾ നമസ്കാരത്തിൽ ആമീൻ പറഞ്ഞാൽ ആകാശത്തിലുള്ള മലക്കുകളും
ആമീൻ പറയും. അങ്ങനെ രണ്ടു പേരിൽ ഒരാളുടേത് മറ്റൊരാളുടേതുമായി യോജിക്കും. അതായത് രണ്ട് പേർന്ന് പറഞ്ഞാൽ മലക്കും ഈ ആമീൻ പറയുന്ന നമ്മളും. ഇതില് രണ്ടു പേരിൽ ഒരാളുടേത് മറ്റേയാളതുമായി യോജിക്കും. അതായത് അതിന്റെ റേഷ്യോ പറയുന്നത് ആർക്കും സംഭവിക്കാത്തൊരു കാര്യമല്ല. രണ്ടിലൊരാൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് 100 ആൾ നിസ്കരിക്കുകയാണെങ്കിൽ 50 ആൾക്ക് ഇമാമിന്റെ മലക്കുകളുടെ ആമീനുമായി അവരുടെ ആമീൻ യോജിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് അസംഭവ്യമായ കാര്യമൊന്നുമല്ല. നമുക്ക് അതിന് എന്താണ് ആവശ്യം? നമ്മൾ ആമീൻ പറയുമ്പോൾ ആ ഒരു നിയത്ത് മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ നടത്തിയ ഒരു പ്രാർത്ഥന, പടച്ചവനോട് നമ്മൾ നടത്തിയ ഒരു മുനാജാത്ത്, അതിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോ ആമീൻ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ആലസ്യത്തോടു കൂടി പറയുന്ന ആമീൻ എന്നല്ല. ഫാത്തിഹ സൂറത്തിന്റെ കാമ്പും കഴമ്പും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ആമീൻ എന്ന് പറയേണ്ടത്. അത് ഹൃദയത്തിൽ തട്ടിയാണ് നമ്മളത് പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ നിയത്ത് കൂടി ഉണ്ടെങ്കിൽ, നമുക്ക് ഈ അറിവ് കൂടി ഉണ്ടെങ്കിൽ, നമ്മൾ അത് മനസ്സിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് നമ്മുടെ ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിക്കും എന്നാണ് പറഞ്ഞതിനർത്ഥം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഇതുവരെ പറഞ്ഞതിൽ മലക്കുകളുടെ ആമീൻ, ഇമാമിന്റെ ആമീൻ, നമ്മുടെ ആമീൻ, 3 ആളുകളാണ് ആമീൻ പറയുന്നത് അല്ലെ? അതിൽ ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറയേണ്ടത്? ഇമാമും മഅ്മൂമുകളും ഒന്നിച്ച് ആമീൻ പറയേണ്ടത്. അങ്ങനെ ഇമാമും മഅ്മൂമും ഒന്നിച്ച് ആമീൻ പറയുമ്പോൾ ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വരികയാണെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന. ഈ മലക്കുകളുമായി യോജിച്ചു വരുന്ന ആമീന്റെ റേഷ്യോ എത്രയാണ്? 2-ൽ 1 ആള് എന്ന് വെച്ച് കഴിഞ്ഞാല് 50 ആൾ നിസ്കരിക്കുകയാണെങ്കിൽ 25, 100 ആളാണെങ്കിൽ 50 ആള്, പകുതി ആൾക്കാരതും മലക്കുകളുടെ ആമീനുമായി യോജിക്കും എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ യോജിച്ചു വന്നാൽ അതിനുള്ള പ്രതിഫലം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അതൊരു ആമീൻ എന്നുള്ള ഒരു കേവലമായ പദം മാത്രം പറഞ്ഞത് കൊണ്ട് വരുന്ന ഒരു പ്രതിഫലമല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കരുത്. ഇത് പറഞ്ഞ ആമീൻ പറഞ്ഞിട്ടൊക്കെ ഇപ്പോ ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത് വിചാരിക്കേണ്ട. അതിനാണ് ഫാത്തിഹ സൂറത്ത് അത്രയും നമ്മൾ പറഞ്ഞത്. ആ ഫാത്തിഹ സൂറത്തിന്റെ മഹത്വത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് പരിഗണിക്കപ്പെടുന്നത്. അത് ഉള്ളിൽ തട്ടിയിട്ട് ഒരുത്തിന് ആമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാത്തിഹ സൂറത്തിലെല്ലാം ഉണ്ട് അല്ലെ? മജദനി അബ്ദി ഹമദനി അബ്ദി, അള്ളാഹ്ക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അല്ലെ? അസ്ന അലയ്യ അബ്ദി, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ വാഴ്ത്തിയിരിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? വലിയ അബ്ദി മസഅൽ, എന്നോട് എന്റെ അടിമ എന്താണ് ചോദിച്ചത് അത് അവനുണ്ട് എന്നാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രാർത്ഥന പ്ലേസ് ചെയ്യുന്നത്. ഇതിന് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയണത്? ആമീൻ എന്ന ആത്മാർത്ഥതയോടുകൂടി പറയണത്. അവിടെയാണ് ആ ആമീൻ മലക്കുകളുടെ ആമീനുമായി ചേരുകയും ആ ആമീൻ ആകാശ ലോകത്തേക്ക് ഉയർന്നു പോവുകയും അത് അള്ളാഹു സ്വീകരിക്കുകയും അതിലൂടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു വരികയും ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 അക്ഷരമേ ഉള്ളൂ അല്ലെ? ഈ ആമീൻ പറയുന്നതിന് മുമ്പ് അൽബാനി ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും ആരെങ്കിലും ഒരു ഹർഫ് പാരായണം ചെയ്താൽ അത് അവനൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടുന്നതാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ഫയുക്തബു ലഹു അജ്ർ, അത് അവനൊരു പ്രതിഫലമായി രേഖപ്പെടും. വലാഖൂൽ, പിന്നെ ആ പ്രതിഫലമാകട്ടെ സൽക്കർമ്മമാകട്ടെ അത് 10 ഇരട്ടിയിലധികം മൂല്യമുള്ളതാണ്. ഒരു ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഫ്, ഹർഫ് അല്ലെ? ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാല് അത് ഒറ്റ ഹർഫാണെന്ന് ഞാൻ പറയില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് 3 സൽക്കർമ്മങ്ങൾ എഴുതപ്പെടും. ഓരോ സൽക്കർമ്മത്തിന്റെയും പ്രതിഫലം 10 ഇരട്ടിയിലധികം മൂല്യം. 30 സൽക്കർമ്മം അലിഫ് ലാം മീം എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് 30 ഇരട്ടിയിലധികം സൽക്കർമ്മങ്ങൾ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അല്ലേ? ക്ലിയർ ആണ്. വെരി ഗുഡ്. ഇനി അടുത്ത ഹദീസ് ഒന്ന് വായിക്കും. അപ്പോൾ മറ്റൊരു ഹദീസിൽ പ്രകാരമുണ്ട്. എന്താണ്?
വായിച്ചോളി, സ്ക്രീനിലുണ്ട്. തഖൂലു ആമീൻ യുഹിബ്ബുക്കുമുല്ലാഹ്. ആരാ വായിക്ക? മറ്റൊരു ഹദീസിൽ ഇപ്രകാരമുണ്ട്, ഫഖൂലു ആമീൻ യാ യഹ്കുമുല്ലാഹ്. അപ്പോൾ നിങ്ങൾ ആമീൻ പറയുക, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. തഖൂലു ആമീൻ യുഹിബ്ബുക്കുമുല്ലാഹ്. യുജിബ് എന്നാണ്, യുഹിബ് അല്ല, യുജിബുക്കുമുല്ലാഹ്. യുജിബുക്കുമുല്ലാഹ്. യുജിബുക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഉത്തരം നൽകും, ജവാബ്, ഇജാബത്ത്. നിങ്ങൾ ആമീൻ പറയുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ കൂലു, ഫ എന്ന് പറഞ്ഞാൽ കൂലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ്. അവിടെ ഫ വെച്ചത് എന്തിനാണ്? ഫാത്തിഹ സൂറത്തിന് ശേഷമുള്ള ആമീനിനെ കുറിച്ചാണ് അത് പറഞ്ഞത് കേട്ടോ. ഫ കൂലു, അപ്പോൾ നിങ്ങൾ ആമീൻ എന്ന് പറയുക. ഇവിടെ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. പിന്നെ ഇബ്നു ഹജർ ഫത്തുഹുൽ ബാരിയിൽ അബൂദാവൂദിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരു ഹദീസാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്കൊരു അഡീഷണൽ വിശദീകരണക്കുറിപ്പ് കാണാൻ സാധിക്കും. ഏത് ബ്രാക്കറ്റിൽ എന്ന് പറഞ്ഞാല് മലക്കുകൾ ആമീൻ പറയും, ഇമാമും ആമീൻ പറയും എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. അത് അബൂദാവൂദ് ഉദ്ധരിക്കുന്നതല്ല, മറിച്ച് അത് നസായി ദാരിമി ഉദ്ധരിച്ച ഹദീസാണ്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് എന്നിട്ട് അതിൽ കാണാം. 130 അതെ 130 എന്ന് പറഞ്ഞ കാണുന്നത്. അതില് 130 എന്ന് പറഞ്ഞ ഹദീസ് യഥാർത്ഥത്തിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. പിന്നെ നസായി ദാരിമിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ബ്രാക്കറ്റിൽ കാണുന്ന ഒരു ഭാഗം ഉണ്ടോ? കാണണ്ടല്ലോ, മറ്റൊരു റിപ്പോർട്ടിൽ നിന്നും പറഞ്ഞിട്ട് ഫഇദാ ഖാല അഹദുക്കും ഫിസ്സലാത്തി ആമീൻ വൽ മലായികതു ഫിസ്സമാഇ ആമീൻ വവാഫഖ അഹദുഹുൽ ആഖർ. അതായത് ഈ അൽബാനി സ്വീകരിച്ചിട്ടുള്ള ഒരു നയം എന്ന് വെച്ചാല് ഈ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ ഇങ്ങനെ ചേർത്തുകൊണ്ട് ജംഉൽ ഹദീസ് എന്ന് പറയും. ഹദീസുകളെ ജം ചെയ്തുകൊണ്ട് ചേർത്തുകൊണ്ട് നമുക്കൊരു പൂർണ്ണമായ ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതില് ഇബ്നു ഹജറിന്റെ ഫതുഹുൽ ബാരിയിൽ ഇത് അദ്ദേഹം പിന്നെ അബൂദാവൂദാണ് ഉദ്ധരിച്ച് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റാണ് എന്നാണ് അൽബാനി പറയുന്നത്. അബൂദാവൂദിലേക്ക് ആ ഹദീസ് ചേരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അബൂദാവൂദ് അല്ല സോറി അതെ അബൂദാവൂദിലേക്ക് ചേരുന്നില്ല, മറിച്ച് അത് അദ്ദേഹത്തിന്റെ ധാരണ പിശകാണ് എന്നാണ് പറയുന്നത്. ഈ ഹദീസ് കൊണ്ട് ഇമാം ആമീൻ പറയേണ്ടതില്ല എന്നതിന് ചിലർ തെളിവ് പിടിക്കുന്നതിനെയും ഈ വചനം നിഷ്ഫലമാക്കുന്നു. അപ്പൊ ചില ആളുകൾക്കിടയിൽ അഭിപ്രായം ഉണ്ട് അത് എന്ത് ഇമാം ആമീൻ പറയേണ്ടതില്ല എന്ന്. ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് അല്ലേ. ആ ഹദീസ് ഒന്ന് ഇതിന് ശേഷമുള്ള ഭാഗം ഒന്ന് കാണിച്ച, അടുത്ത സ്ലൈഡ്, അത് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡ്, അത് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡ്. ഇമാം ആമീൻ പറയണോ? ഇമാം ആമീൻ പറയണോ? പറയണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. ഇതാ അമ്മനൽ ഇമാമും ആമീനും അല്ലെ. എന്നാൽ നേരത്തെ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസ് എന്ന് പറഞ്ഞ അതിന്റെ തുടക്കം എങ്ങനെയാണ്? ആ ഹദീസിന്റെ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയാന്നാണ്. അപ്പൊ അത് പിന്നെ ഉറക്കമുള്ള നിസ്കാരത്തിൽ ആരാണ് പറയാ? സ്വാഭാവികമായിട്ടും ഇമാമല്ലേ പറയാ. അപ്പൊ ഇമാം പറഞ്ഞ ഉടനെ നിങ്ങൾ പറയുക എന്നുള്ള അർത്ഥത്തിൽ മഅ്മൂമുകളോട് മാത്രമുള്ള ഒരു കൽപ്പനയാണ് അത് എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ചില ആളുകൾ എന്ത് ചെയ്യണത്, ഇമാമു വലദ്ദാലീന്ന് കഴിയുമ്പോ തന്നെ ഇവിടെ എന്ത് തുടങ്ങിയിട്ടുണ്ടാവും? ആമീന്ന് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2 GB അടിച്ചുപോയി, അതെന്താ സംഭവിച്ചെന്ന് അറിയില്ല. കട്ട് ചെയ്ത് എടുക്കും. 9:17 മുതൽ ഏകദേശം 9:20 എന്താണ് സാജിദെ? ഇല്ല, റെക്കോർഡിംഗ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആയതാണ്. മുപ്പരുടെ അവിടെ നെറ്റ് തീർന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ബാക്കപ്പ് ഞാൻ എടുക്കുന്നുണ്ട്, പ്രശ്നമില്ല. ശരി.
അപ്പൊ നമ്മള് ആ ഹദീസ് പ്രകാരം ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ അടുത്ത് വരെ കണ്ടുവന്നിരുന്ന ഒരു പ്രവണതയാണ് എന്ത്, ഇമാം ആമീൻ എന്ന് പറയില്ല. വരലാലി കഴിഞ്ഞ് മൂപ്പര് പിന്നെ അടുത്ത പരിപാടി അങ്ങനെ ഒരു പരിപാടി അങ്ങനെയല്ല. അതിൽ ഇമാമിന് എന്തുണ്ട്, ആമീൻ പറയേണ്ട ബാധ്യതയുണ്ട്. അത് ആണ് മറ്റേ ഹദീസിൽ നമ്മൾ പറഞ്ഞത്, ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു വമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറഞ്ഞ ഹദീസ് അല്ലേ? ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് ആമീന്റെ വിഷയം നമുക്ക് അവസാനിപ്പിക്കും. തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും, ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മാ ഹസത്തുകുമുൽ യഹൂദ് അല ഷൈഇൻ മാ ഹസത്തുകും അല സലാമി വതഅ്മീൻ. യാ സലാം. എന്താണ് ഹദീസിന്റെ അർത്ഥം? ആരാ ഒന്ന് വായിക്കാം? നിങ്ങൾ സലാം പറയുന്നതിലും ഇമാമിന്റെ പിന്നിൽ ആമീൻ പറയുന്നതിലും അസൂയ വെക്കുന്നത് പോലെ മറ്റൊരു വിഷയത്തിലും ജൂതന്മാർ നിങ്ങളോട് അസൂയ വെക്കുന്നില്ല. മുസ്ലിം സമൂഹത്തോട് ജൂതന്മാർക്ക് അസൂയുള്ള ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങളാണ് ഇത്. ഏറ്റവും കൂടുതൽ അസൂയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത്. അസ്സലാം വത്തഅ്മീൻ. സലാം പറയലും ആമീൻ പറയലും. നോക്കി ഞങ്ങള് ഒരു ഉമ്മത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച്, അവരുടെ ഓരോ ആചാരങ്ങളുടെ സവിശേഷതയെ കുറിച്ച്, അതിനെ മറ്റുള്ളവർ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഹദീസ്. നമുക്കിപ്പോ നമ്മുടെ പല അടയാളങ്ങളും നമുക്കൊരു കുറവായി തോന്നുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? പലപ്പോഴും മുസ്ലിം ആണെന്ന് പറയാൻ മടിയുള്ള, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആചാരങ്ങളോ അത് വേഷമാകട്ടെ, നമ്മുടെ മര്യാദകളാവട്ടെ, നമ്മുടെ അസ്സലാമു അലൈക്കും എന്നുള്ള സംഭവങ്ങളാവട്ടെ, ഇതൊക്കെ പലപ്പോഴും നമുക്കൊരു ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? അപ്പം പലപ്പോഴും നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നമ്മൾ തയ്യാറാവാറില്ല. ഫോൺ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും പലർക്കും മടിയാണ്. അപ്പൊ എനിക്ക് ഒരു സുഹൃത്തുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്ത ഒരാളാണ്, സുരേഷ് മാഷ്. അപ്പൊ അയാൾ എന്നെ എപ്പോ വിളിക്കുമ്പോഴും, ഒരു കളിയാക്കി കൊണ്ട് ചെയ്യുന്ന അല്ല, ആള് എപ്പോ വിളിക്കുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അത് അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തുകൊണ്ടോന്ന് അറിയില്ല, പുള്ളി എന്നോട് എപ്പോഴും അങ്ങനെയാണ് പറയാ. അതൊരു എന്താ പറയാ, മറ്റുള്ളവർ പോലും അതൊരു മര്യാദയായി മനോഹരമായ ഒരു ആചാരമായി കാണുന്ന ഒരു സംഭവമാണ്. മുസ്ലിങ്ങളായ ആളുകൾ സലാം പറഞ്ഞാൽ മടക്കണോ വേണ്ടേ എന്നുള്ളത് തർക്കമുള്ള കാര്യമാണ്. വാലേക്കും എന്ന് പറഞ്ഞാൽ മാത്രം മടക്കിയാൽ മതി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ഇസ്ലാമുമായിട്ട് ശത്രുത ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജൂതന്മാരായ ആളുകൾ അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അഭിവാദ്യം ചെയ്തിരുന്നു. ആ സമയത്ത് നബി അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? വാലൈക്കും, എന്നാ നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന്. ഇങ്ങോട്ട് നാശം ഉണ്ടാവട്ടെ എന്ന് പറയുന്നതോട് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ നിലക്ക് ആ ഒരു കാലപരിധിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളോട് അങ്ങനെ ശത്രുതയോ മറ്റുള്ള നമ്മളെ കളിയാക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറയുന്ന ആളുകളോട് ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്താൽ മതി? വാലൈക്കും മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അമുസ്ലിങ്ങളായ ഒരാള് നമ്മളോട് ആത്മാർത്ഥതയോടുകൂടി പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പിന്നെ ഒരു എന്താ പറയാ, നമ്മൾ മാത്രം അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ ഞാൻ അയാളോട് വലൈക്കും സലാം തന്നെ പറയാറുണ്ട്. അവർക്കൊക്കെ അത് ഇഷ്ടമാണ് സത്യം പറഞ്ഞാല്. മുസ്ലിങ്ങളായ പല ആളുകളായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴേ അവർക്കതൊക്കെ ഒരു കൗതുകവും ഒരു സ്നേഹവും ഒക്കെയാണ്. അപ്പം ജൂതന്മാരായ ആളുകൾക്ക് ആ സമയത്ത് മുസ്ലിങ്ങളോടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും മുസ്ലിങ്ങളോടുള്ള ഏറ്റവും വലിയൊരു അസൂയ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോ ഈ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ അവരത് വലിയ കാര്യമായിട്ട് കാണുന്നത്. കാരണം എന്താ വെച്ചാല് രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്, പകരം വെക്കാനില്ലാത്ത പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എവിടെ പോയാലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതു സന്ദർഭത്തിലും ഏതു മനുഷ്യനും, ചെറിയ ആൾക്ക് വലിയ ആളോടും വലിയ ആൾക്ക് ചെറിയ ആളോടൊക്കെ, മരണ വീട്ടിലും കല്യാണ വീട്ടിലും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും, ആള് കൂടും നടത്തും, ആൾ ഇരിക്കും നടത്തും, ആൾക്കാർ നിൽക്കും നടത്തും, ഒരു മീറ്റിങ്ങിലും
നമുക്ക് മറ്റുള്ളവരോടും അവർക്ക് നമ്മളോടും ഒക്കെ പറയാൻ പറ്റുന്ന, നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കോൺവെർസേഷനോ ഒരു മറ്റേ സംസാരമോ ഒക്കെ തുടങ്ങാൻ പറ്റുന്നതിൽ മനോഹരമായ ഒരു സാധനമാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പടച്ചോൻ സ്വർഗത്തിലെ അഭിവാദ്യാണ്. സ്വർഗത്തിൽ അങ്ങനെയാണ്, അസ്സലാമു അലൈക്കും എന്നാണ് സ്വർഗത്തിലെ അഭിവാദ്യം. അൻവർ അബൂബക്കർ അതിനെ കുറിച്ച് മനോഹരമായ ഒരു പാട്ട് എഴുതിയിരുന്നു. അതിൽ വരികൾ ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയത്. അസ്സലാം എന്ന് പറഞ്ഞിട്ട്, അതായത് മനുഷ്യർ തമ്മിലുള്ള വെറുപ്പിനെയും ഒക്കെ ഉരുക്കി കളയുന്ന മനോഹരമായ ഒരു ഒറ്റമൂലിയാണ്. നമ്മളൊക്കെ അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ബാക്കിയുള്ള ആളുകൾ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസികളോട് അസൂയുള്ള ഒരു കാര്യമാണ് ഈ അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ആമീൻ പറയുന്നു. അപ്പൊ മീൻ ഇപ്പം ഹറമിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം, കാബന്റെ ചുറ്റും നിന്നപ്പോ സുബൈക്കൊക്കെ ഉള്ള നിസ്കാരത്തില് പിന്നെ സുദൈസിക്ക ഇമാമ നിന്നിട്ട് ഇങ്ങനെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞിട്ട് ആ പൂർണ്ണമായ നിശബ്ദതയിൽ നിന്ന് ഒരേ താളത്തിൽ ഒരു ആമീൻ മുഴങ്ങാറുണ്ട്. വളരെ മനോഹരമായ ഒരു നാദവും സംഗീതവുമാണ് അത്. അത്ര ആ സുബൈന്റെ ഒക്കെ ആമീൻ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ തന്നെ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ആ വലദ്ദാലീൻ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് മൗനമുണ്ട്, ലോകം മൊത്തം മൗനത്തിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാരും കൂടെ ഒന്നിച്ച് ആമീൻ എന്ന് പറയുന്നത്. പിന്നെ ഹറം ഇങ്ങനെ മുഴങ്ങും, കബയിൽ തട്ടിയിട്ട് അതിങ്ങനെ അങ്ങനെ പ്രതിധ്വനിക്കും. ആ മക്കത്തെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ആ പിന്നെ സുദൈസ് ഇങ്ങനെ ചുണ്ടെടുക്കുന്നത് പോലും ആ സൗണ്ട് വരെ നമുക്ക് ഇങ്ങനെ നമ്മളെ ചെവിയിൽ വന്നിങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ കേൾക്കും. അത്ര മനോഹരമായി. അതുപോലെ മാഹിർ ഐസ്കരിയൊക്കെ ആമീൻ പറയുമ്പോ ഇങ്ങനൊക്കെയുള്ള മനോഹരമായ സന്ദർഭം. ഇപ്പൊ ആ ഒരു പിന്നെ വലിയ ഗ്രാഫിൽ അതിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സുബൈക്ക് പള്ളിയിൽ പോയിട്ട് നമ്മൾ സുബഹിസ്കരിക്കുമ്പോൾ ആമീൻ കേൾക്കുമ്പോഴുള്ള അനുഭൂതി എത്രയാണ്. ആമീന്റെ മനോഹരമായ കോമഡികളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ മനോഹാരിതയെ കുറിച്ച്, അപ്പൊ അങ്ങനെ മനോഹരമായ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ ആമീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് അത് പിന്നെ ജൂതന്മാരായ നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും ഉള്ളൊരു കാര്യമാണ്. അപ്പം അത് ആത്മാർത്ഥതയോടുകൂടി വിലാസോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം, ആമീൻ പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ആമീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചുരുക്കത്രയാണ്. ഒന്ന്, ആമീൻ പറഞ്ഞാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ആമീൻ പറയണം എന്നുള്ളത്. ആമീൻ ആരൊക്കെ പറയണം എന്നുള്ളത് പറഞ്ഞു. ഇമാമും മഅ്മൂമും പറയണം. എപ്പോഴാണ് പറയേണ്ടത്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയേണ്ടത്. പറഞ്ഞു കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. ആമീൻ പറഞ്ഞ മലക്കുകളുടെയും പിന്നെ മഅ്മൂമുകളുടെ അല്ലെങ്കിൽ നമസ്കരിക്കുന്നവന്റെയും ആമീൻ യോജിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആമീൻ പറഞ്ഞ ഒരു മനുഷ്യന് ഉത്തരം നൽകും എന്നും ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി. ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് അത്യധികം അസൂയയുള്ള ഒരു വിഷയമാണ് ആമീൻ പറയുന്ന സംസ്കാരം എന്നും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ആമീൻ പറയുമ്പോൾ നമ്മൾ നിസ്കാരം പഠിച്ച മനുഷ്യന്മാരാണ്. ആ ആത്മാർത്ഥതയോടുകൂടിയും ആ ഒരു താല്പര്യത്തോടുകൂടിയും പറയുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താൻ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഈ ആമീനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതില് ആമീൻ നമ്മൾ ക്രിസ്ത്യൻസും ആമീൻ പറയുന്നുണ്ടല്ലോ, അപ്പൊ ജൂതന്മാർ ഇത് പറയുന്നില്ലേ? ജൂതന്മാരുടെ പ്രാർത്ഥനയിൽ എവിടെ ആമീൻ ഉള്ളതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വല്ല ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടല്ലോ. പിന്നെ മാത്രമല്ല നമ്മൾ പറയണ പോലെ ഒരു ആമീൻ അവർക്കില്ല. എല്ലാരും കൂടെ ഒന്നു ചേർന്ന് പറയുന്ന ഒരു ആമീൻ അവർക്കില്ല. അവരുടെ പ്രാർത്ഥനാ രീതികളിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നമ്മുടെ നല്ലൊരു യൂണിഫോമിറ്റിയിലുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇമാം ആമീൻ പറയണമെന്നുള്ളത്. അതിന്റെ ഒരു ഫുട് നോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇമാമിന് പിന്നിലുള്ളവർ ആമീൻ പറയുമ്പോൾ ഉറക്കെ ഇമാം ആമീൻ പറയുന്നതിനൊപ്പം ചേർന്ന് തന്നെ പറയേണ്ടതാണ്. നമ്മൾ പറഞ്ഞ ചർച്ചയുടെ ഒരു ഖുലാസയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അൽബാനി ആ പുസ്തകത്തിൽ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുത്തൊരു സാധനമാണ്. നമസ്കരിക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും ചെയ്യുന്നത് പോലെ അദ്ദേഹം ആമീൻ പറയുന്നതിന് മുമ്പോ, അതായത് ഇമാം ആമീൻ പറഞ്ഞതിന് മുമ്പോ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമോ ആകരുത്. അതായത് നിസ്കരിക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിഭാഗവും തെറ്റായിട്ടാണ് പറയുന്നതെന്നാണ്.
അപ്പൊ അങ്ങനെ ആവരുത്. ഒപ്പമാണ് ഇമാമും മഅ്മൂമും ആമീൻ പറയേണ്ടത്. ഇതാണ് മുൻഗണനയുള്ളതായി അവസാനം എനിക്ക് തോന്നിയത്. അതായത് ഹദീസുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അൽബാനി അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു ഖുലാസ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ ഇക്കാര്യം എന്റെ ചില ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ച് സ്ഥിരീകരിച്ചതുപോലെ അതിൽപ്പെട്ടതാണ് തർഗീബ് തർഹീബിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരി, ഇനി അടുത്ത ഭാഗത്തേക്ക് പോയാലോ. ഫാത്തിഹയ്ക്ക് ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം. ആരാ ഒന്ന് വായിക്കാം? ഫാത്തിഹയ്ക്ക് ശേഷം, ഫാത്തിഹ കഴിഞ്ഞു അല്ലെ, ആമീൻ പറഞ്ഞു, അത് ക്ലോസ് ചെയ്തു. പിന്നെയുള്ളത് എന്താണ്? ഖുർആനിൽ നിന്ന് അല്പം പാരായണം ചെയ്യുക എന്നുള്ളത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹയ്ക്ക് ശേഷം മറ്റൊരു സൂറത്ത് ഓതും. ചിലപ്പോൾ അത് കുറേ നീട്ടുമായിരുന്നു. ചില അവസരങ്ങളിൽ യാത്രയോ ചുമയോ അസുഖമോ പിഞ്ചുകുട്ടികളുടെ കരച്ചിലോ കാരണമായി അത് ചുരുക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ഇത്ര ആയത്തുകൾ ഓതണം, ഇത്ര സൂറത്തുകൾ ഓതണം, അങ്ങനെയൊന്നും ഒരു നിയമമായി ഹദീസുകളിലോ ഖുർആനിലോ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലോ വന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു പ്രഭാത നമസ്കാരത്തിൽ അവിടുന്ന് ഖിറാഅത്ത് ചുരുക്കി. മറ്റൊരു ഹദീസിൽ ഖുർആനിലെ ഏറ്റവും ചെറിയ 2 സൂറത്തുകൾ ഓതിക്കൊണ്ട്, ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കണല്ലോ നിങ്ങള്, ഉണ്ടോ? ആ, ഖുർആനിലെ ഏറ്റവും ചെറിയ 2 സൂറത്തുകൾ ഓതിക്കൊണ്ട് അവിടുന്ന് സുബഹി നമസ്കരിച്ചു. അപ്പം പിന്നെ സുബഹിയില് ധാരാളം ഓതണം, മഗ്‌രിബിന് കുറച്ച് ഓതണം, അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച മാതൃകകൾ ഉണ്ടെങ്കിലും അതൊരു ഒരു എന്താ പറയാ, അങ്ങനെ ഒരു നിയമമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ ദൂതരെ, എന്തിനാണ് അങ്ങ് ചുരുക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അവന്റെ ഉമ്മ നമ്മളോടൊപ്പം നമസ്കരിക്കുകയാണെന്ന് ഞാൻ ഊഹിച്ചു. അപ്പോൾ അവന് വേണ്ടി അവന്റെ ഉമ്മയെ ഒഴിവാക്കി കൊടുക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു. 133 സ്വഹീഹായ പരമ്പരയോടുകൂടി അഹമ്മദ്. അപ്പൊ ഇവിടെ അൽബാനി പറഞ്ഞ ഇതിന്റെ ഒരു ഫുട് നോട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് പള്ളിയിൽ പ്രവേശിക്കാനുള്ള അനുവാദം ഈ ഹദീസുകളും ഇതുപോലുള്ള ഹദീസുകളും ഒക്കെ നൽകുന്നു. എന്നാൽ പല നാവുകളിലുമുള്ള ഹദീസാണ്, നിങ്ങളുടെ പള്ളികളിൽ നിന്നും നിങ്ങളുടെ കുട്ടികളെ അകറ്റുക. അത് ദുർബലമാണ്, തെളിവിന് കൊള്ളാത്തതായ ഹദീസാണ്. ഇത് ദുർബലമാണെന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ളവരാണ് ഇബ്നുൽ ജൗസി, മുന്തിരി, ഹൈസമി, ഇബ്നു ഹജർ അസ്ഖലാനി, ഹുസൈരി എന്നിവർ. അബ്ദുൽ ഹഖ് അൽ ഇഷ്ബീലി പറഞ്ഞു ഇത് അടിസ്ഥാനമില്ലാത്തതാണ്. നമ്മുടെ പള്ളികളിൽ പോലും കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരണ്ട എന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ നടക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ കേട്ട ഒരു പ്രസംഗത്തിലെ ഒരു ഉസ്താദ് പറയാണ്, നല്ല പ്രായം കൂടിയ പണ്ഡിതനായ ഒരു ആളാണ് പറയുന്നത്, പള്ളികളിലേക്ക് നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരരുത്, കാരണം അവർ നിസ്കരിക്കുന്ന ആളുകൾക്ക് തശ്വീഷ് ഉണ്ടാക്കുന്ന. അപ്പൊ അതില് പണ്ഡിതന്മാര് പറഞ്ഞ ഒരു കൗലാണ് അദ്ദേഹം പറഞ്ഞത്, അത് കറാഹത്താണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ചില ആളുകൾ നൽകിയിട്ടുള്ള ഫത്വകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ പള്ളികളിലേക്ക് കുട്ടികളുമായിട്ടാണ് നമ്മൾ വരേണ്ടത്. തുർക്കിയിലെ ഒരു പള്ളിയിൽ എഴുതി വെച്ച മനോഹരമായ ഒരു വാചകമുണ്ട്, പള്ളിയുടെ പുറകിൽ നിന്ന് നിങ്ങൾ കുട്ടികളുടെ കലപില കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചേക്കുക, അടുത്ത തലമുറയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല. ചെറുപ്പത്തിലെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയി ശീലിപ്പിക്കാനുണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ മൂത്രമൊഴിക്കും, അഹ്റാബി മൂത്രമൊഴിച്ചിട്ട് വൃത്തിയാക്കാൻ പറഞ്ഞതാണ്. നമ്മൾ 10,000-ന്റെയും 50,000-ന്റെയും 2 ലക്ഷത്തിന്റെയൊക്കെ മുസല്ലിയും കാർപ്പറ്റും വാങ്ങിയിട്ടു എന്നുള്ള പേരിൽ കുട്ടികളെ പള്ളിയിൽ നിന്ന് വിലക്കുവാൻ. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകൾക്ക് പള്ളി അനുവദിക്കാൻ വേണ്ടി, പള്ളി പ്രവേശനത്തിന് വേണ്ടി പോരാടിയ ഒരു സമൂഹമാണ്. ആ സമൂഹമാണ് പിന്നെ പറയുന്നത് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ വീണ്ടും ഒരു പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴി മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മൾ സൈലന്റ് വാലിയിലേക്ക് തിരിഞ്ഞു പോകും. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടാണ്, കുട്ടികൾക്ക് പള്ളിയിൽ പ്രവേശനമില്ല, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പള്ളിയിൽ പ്രവേശനമില്ല.
ഇതൊക്കെ മഹാപോക്രിത്തരാണെന്നാണ് പറയാനുള്ളത്. അങ്ങനെ പടച്ചോന്റെ പള്ളിയിൽ 2 ലക്ഷത്തിന്റെയും 3 ലക്ഷത്തിന്റെയും മുസല്ല കൊണ്ടുപോയിട്ടിട്ട് അല്ലെങ്കിൽ കാർപ്പറ്റ് കൊണ്ടുപോയിട്ടിട്ട് കുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കേണ്ട അത്ര പിന്നെ വലിയ ആൾക്കാരൊന്നും നമ്മളാരും ആയിട്ടില്ല എന്നാണ് അത്തരം കാര്യങ്ങൾ. അത് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ എതിർക്കേണ്ട ഒരു കാര്യം. മതപരമായി യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ നമ്മുടെ MEPയുടെ പിന്നെ പാരന്റ്സ് മദ്രസയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും കുട്ടികളുമായി പള്ളികളിലേക്ക് പോവാൻ ശ്രമിക്കുകയും കുട്ടികളുടെ ശബ്ദം ഉണ്ടായിക്കോട്ടെ. പള്ളിയിൽ നിന്ന് ഇപ്പൊ കുറച്ച് കുട്ടികളുടെ സൗണ്ട് ഉണ്ടായിച്ചു, എന്തെല്ലാം സൗണ്ട് ഉണ്ട്, ഫാനിന്റെ സൗണ്ട് ഇല്ലേ, അതുപോലെ തന്നെ AC-യുടെ സൗണ്ട് നമ്മൾ കേൾക്കാറില്ലേ, ടൗണിലെ പള്ളികളാണെങ്കിൽ പുറത്തുനിന്ന് വാഹനങ്ങൾ പോകുന്ന സൗണ്ട് കേൾക്കാറില്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള സൗണ്ടുകൾ കേൾക്കാറില്ലേ, പക്ഷിയും മൃഗാദികളും പിന്നെ ഒക്കെ ഉണ്ടാവാറില്ലേ, സൗണ്ട് ഒക്കെ ഉണ്ട്. സൗണ്ട് കേട്ടു വെച്ചിട്ട് അത് വലിയ സംഭവം ഒന്നും ആക്കേണ്ട കാര്യമില്ല. കുട്ടികളുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ ഒരു സംഭവമാണ്. കുട്ടികളെ സൗണ്ട് ഉണ്ടാക്കും, വല്ലാതെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുക ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നല്ല രീതിയിൽ. പള്ളികളുടെ ഹുർമത്ത് മനസ്സിലാകാത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടതാണ്. ഒരു മര്യാദ അതൊന്നും ഇല്ലാത്ത അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മുതിർന്ന കുട്ടികളാണ്, അല്ലാതെ ഈ ചെറിയ കുട്ടികളല്ല. ചെറിയ കുട്ടികൾ പള്ളിയിൽ പോവുകയും ചിലപ്പോൾ അവർ സൗണ്ട് ഉണ്ടാക്കും, ചിലപ്പോൾ. അപ്പൊ പറയാറുള്ളത് ഖുർആൻ പാരായണം പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളികളിൽ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് അനവധി നിരവധി തെളിവുകൾ കാണാൻ സാധിക്കും. അപ്പൊ സുജൂദ് ഒരിക്കൽ നബിയുടെ ദീർഘിച്ചു പോയി. അപ്പൊ എന്താ, മുതുകത്ത് ആരിയ്ക്കുന്നുണ്ട്? ഹസനും ഹുസൈനും ഇരിക്കുന്നുണ്ട്. അവര് നബി ഇങ്ങനെ ആന കളിക്കാറുള്ളതാണ് നബി അവരായിട്ട്. അപ്പൊ നബി കുനിഞ്ഞു നിന്നപ്പോ അവര് വിചാരിച്ചു ആന കളിക്കാനുള്ള സമയമാണ്. നബി അവരെടുക്കുമായിരുന്നതാണ്. ഖിയാമിലേക്ക് പോകുമ്പോ അവരെടുക്കും, റുക്കൂയിലേക്ക് പോകുമ്പോ അവരെ ഇറക്കി വെക്കും, സുജൂദിലേക്ക് പോകുമ്പോ ഇറക്കും, പിന്നെയും ഖിയാമിലേക്ക് വരുമ്പോ എടുക്കും. ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. കുട്ടികളുടെ സൗണ്ട് കേൾക്കുകയും കരച്ചിൽ കേൾക്കുകയും അപ്പൊ ആ കുട്ടീന്റെ ഉമ്മാക്ക് വിഷമാവണ്ട എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ ഇങ്ങനെ സ്വഹീഹായി നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോ നമ്മൾ അത് ചെയ്യരുത്. നിങ്ങളത് പിന്നെ പള്ളിയിൽ നിങ്ങൾ 1 കോടി ഉറുപ്പ്യന്റെ കാർപ്പറ്റ് വാങ്ങിയിട്ടാലും അവിടെ നിങ്ങൾ എന്തൊക്കെ സംവിധാനവും സിസ്റ്റം ഒരുക്കി എന്ന് പറഞ്ഞാലും ഒരു നിലക്കും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കുട്ടികളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം. പുതിയ തലമുറയെ പള്ളികളിലേക്ക് കൊണ്ടുവരാണ്. ഷാബുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. ഒരു മനുഷ്യൻ അയാളുടെ ഹൃദയം പള്ളിയുമായി ഇണക്കപ്പെട്ടതാണ് എങ്കിൽ അയാൾക്ക് നാളെ അർഷിന്റെ തണൽ കിട്ടുന്ന. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ വല്യമ്മാന്റെ കൈ പിടിച്ചിട്ടാണ് പള്ളിയിൽ പോവുക. അന്ന് ഞാൻ ടോർച്ച് വാങ്ങി പിടിക്കും, വല്യമ്മാന്റെ ഒരു കയ്യിൽ വടി ഉണ്ടാവും. ഞാനന്ന് സ്കൂളിൽ 1-ലോ 2-ലോ ഒക്കെ പഠിക്കുന്ന പ്രായമാണ്. അന്ന് മുതലേ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. എനിക്കിപ്പോഴും ആ പള്ളിയുടെ പഴയ ഓർമ്മകളും ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പള്ളിയുടെ മുന്നിൽ ഒരു മനോഹരമായ കുളമാണ്. അന്ന് നിസ്കരിക്കൊന്നുമില്ല, അത് ചിലപ്പോൾ പുറത്തിരിക്കായിരിക്കും. ഞങ്ങളുടെ കൂട്ടുകാരുണ്ടാവും, ഞങ്ങൾ പള്ളിയുടെ മുകളിൽ കയറിയിരിക്കും. ചിലപ്പോൾ നിസ്കാരമൊക്കെ അവര് 1-2 റക്അത്തൊക്കെ നിന്നിട്ട് പിന്നെ അവർ ഇറങ്ങി പോവുകയും ചെയ്യും. അവർക്ക് അത്ര മതി. നമ്മൾ ഈ അച്ചടക്കത്തിന്റെ വാളും ഈ ഭയങ്കര ആത്മീയതയുടെ തക്കവയൊക്കെ വെച്ചിട്ട് എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണണം, കുട്ടികളെ കുട്ടികളായി കാണണം, സ്ത്രീകളെ സ്ത്രീകളായി കാണണം. അങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ, അതായത് മുജാഹിദ് കമ്മ്യൂണിറ്റിയിൽ പോലും പണ്ഡിതന്മാർക്കിടയിൽ പോലും അഭിപ്രായം ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ആരെ അഭിപ്രായപ്പെടുന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പം വല്ല ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ, ഞാൻ അവരെ ഇത് പറയല്ല, അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഉസ്താദ്മാരോട് വന്ന് പറയും. പിന്നെ ഈ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് ഒരു ഭയങ്കര, അപ്പൊ ഉസ്താദ് എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചൊരു ഫത്വ എടുത്ത് അടിക്കുക. അങ്ങനെ അമിതമായ ഒരു പിന്നെ പട്ടാള ചിട്ടയോ ഒരു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷയോ അങ്ങനെ അത്യധികം പിന്നെ വലിയ കോട്ടകൾ കൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമൊന്നല്ല പള്ളി എന്ന് പറയുന്നത്. അതൊക്കെ ലളിതമായി അങ്ങനെയാണത് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പിന്നെ മസാജിദുഹും ആമിറ, ഖിയാമത്ത് അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ. നബി പറഞ്ഞ കൃത്യം. നല്ല ആംബര ചുംബികളായ ആഡംബരപൂർണമായ പള്ളികളവിടെ കാണാം, പക്ഷെ ഖറാബും മിനൽ ഹുദാ, സന്മാർഗത്തിൽ നിന്ന് പഴിച്ചു പോയതായിരിക്കും.
അങ്ങനത്തെ പള്ളികൾ നമുക്ക് വേണ്ട. നമ്മുടെ പള്ളി 4 തൂണ് നാട്ടിയ പള്ളിയാണെങ്കിലും അവിടെ വേണ്ടത് ഹിദായത്തും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അവിടെ നമ്മുടെ സൗഹാർദ്ദവും സ്നേഹമൊക്കെയാണ്. ആ നിലക്കാണ് നമ്മൾ കാര്യങ്ങളെ കൊണ്ടുവരേണ്ടത്, വളർത്തേണ്ടത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുമായി തന്നെ പള്ളിയിൽ പോകാൻ ശ്രദ്ധിക്കുക. പെൺകുട്ടികളാണെങ്കിലും ചെറിയ പെൺകുട്ടികളാണെങ്കിലും കൊണ്ടുപോയിക്കോളി. ആണുങ്ങളുടെ ഇടയിൽ അവർ നിന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ മാറ്റി നിർത്തേണ്ട അങ്ങനെയൊന്നല്ല. അപ്പൊ അതിലൊക്കെ നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കാണിക്കാത്ത, സ്വഹാബത്ത് കാണിക്കാത്ത ഒരു ഭക്തിയും അവര് കാണിച്ചു തരാത്ത ഒരു മാതൃകയൊക്കെ പിൻപറ്റി ഞങ്ങൾ വലിയ ഈമാന്റെ ആൾക്കാരാണെന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ്. കുട്ടികളോടൊപ്പം അവര് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഹസൻ ഹുസൈന്റെ ഒരു സംഭവം പഠിച്ചിട്ടില്ല. അവര് കുട്ടികളായിരുന്ന സമയത്ത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണശേഷമാണ് മുതിർന്ന ഒരാള് തെറ്റായ രീതിയിൽ ഒതു എടുക്കുകയാണ്. ഇവര് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇയാൾ തെറ്റായ രീതിയിലാണല്ലോ ഒതു എടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹസൻ ഹുസൈനും അയാളുടെ അടുത്ത് പോയിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹസൻ ഹുസൈന് മറ്റേയാള് രണ്ടിലൊരാള് നേരത്തെ തെറ്റായി ഒതു എടുത്ത മനുഷ്യനുണ്ടല്ലോ, അയാൾ എടുത്ത പോലെ ഒതു എടുക്കുകയാണ്. അപ്പം മറ്റേയാള് ഹസൻ ഹുസൈനിൽപ്പെട്ട ഒരാള് തന്റെ സഹോദരൻ തിരുത്തി കൊടുക്കണം. എടാ അങ്ങനെയല്ലടാ, ഇങ്ങനെയാടാ നബി പഠിപ്പിച്ചിരിക്കുന്നതുണ്ട്. അപ്പൊ ഇയാൾ ഇത് കാണാണ്, യോഗ എടുക്കുന്ന മനുഷ്യൻ ഇത് കാണാണ്. ഓക്കെ, അവര് നമുക്ക് പഠിപ്പിച്ചു തരും. കാരണം അവര് മദ്രസയിൽ പഠിക്കുന്നുണ്ട്, നമുക്കാണ് അറിയാത്തത്. ആ മദ്രസയിൽ പഠിപ്പിച്ച പാഠങ്ങൾ അവര് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലേ പറയേണ്ടത്, ഇങ്ങനെയല്ലേ കഴുകേണ്ടത്, ഇത്ര പ്രാവശ്യമല്ലേ, ഇങ്ങനെയല്ലേ തലതടവേണ്ടത്, അല്ലേ? മനോഹരമായി അവർ നമുക്ക് പറഞ്ഞു തരും യോഗയുടെ കാര്യം, സ്വഫ് നിൽക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അവർ കണ്ടു പഠിക്കട്ടെ. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്തുകൊണ്ട് പഠിക്കട്ടെ കാര്യങ്ങൾ. നിസ്കരിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഒരു 7-ാം വയസ്സിൽ സുപ്രഭാതത്തിൽ പോയി 5 നേരത്തെ നിസ്കാരം ഡും എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്ത് ഇറക്കി കൊടുക്കാന്ന് ചെറുപ്പത്തിൽ തെറ്റിയും നടത്താൻ പഠിച്ചത് അങ്ങനെയല്ലേ, സംസാരിച്ച് പഠിച്ചത് അങ്ങനെയല്ലേ, എല്ലാം അങ്ങനെയല്ലേ, തെറ്റിച്ചും മറിഞ്ഞും വീണിട്ടും ഒക്കെ തന്നെയല്ലേ. അതുപോലെ അവരിതും പഠിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ആവട്ടെ നമ്മുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ നമസ്കാരങ്ങളിലെ പിന്നെ ഖിറാഅത്തിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഇവിടെ നബി നമസ്കാരം ചുരുക്കിയതിനെ കുറിച്ചാണ് നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതെന്താണ് കാരണം? ഒരു സുബഹി നമസ്കാരം നബി ചുരുക്കിയപ്പോ അവിടുന്നാണ് ഇപ്പൊ നമ്മൾ ഈ കഥകളിലേക്കൊക്കെ പോയത്. അപ്പൊ ഇവിടെ അതിന്റെ ഫുട് നോട്ടായിട്ട് പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ സിലബസിൽപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നബി പറയുമായിരുന്നു, നിശ്ചയം ദീർഘനേരം നിന്ന് നമസ്കരിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഞാൻ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കും. അവന്റെ കരച്ചിൽ കാരണമായി അവന്റെ മാതാവിനുണ്ടാകുന്ന വിഷമത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ നമസ്കാരത്തെ ചുരുക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് നോക്കുക. അവിടുന്ന് മിക്ക അവസരങ്ങളിലും ഒരു സൂറത്തിന്റെ ആദ്യം മുതൽ തുടങ്ങി അത് പൂർത്തിയാക്കുമായിരുന്നു. ഒരു സൂറത്ത് തുടങ്ങി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുന്ന ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തെളിയിക്കുന്ന ധാരാളം ഹദീസുകൾ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഉത്തമം. ഇനിയിപ്പോ അത് മുഴുവൻ ഓതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവിടുന്ന് പറയുമായിരുന്നു, എല്ലാ സൂറത്തുകൾക്കും റുക്കോയിൽ നിന്നും സുജൂദിൽ നിന്നും അതിന്റെ ഓഹരി നൽകുക. എല്ലാ സൂറത്തിനും ഒരു റക്അത്ത് ഉണ്ടായിരിക്കണം എന്നൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. 136 ഇബ്നു അബി ഷൈബ സഹിഹാന അഹമ്മദ് അബ്ദുൽ ഖനി അൽ മഖ്ദിസി തന്നെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഇബ്നു നസറും ത്വഹാവിയും സഹിഹായ പരമ്പരയോട് ഈ ഹദീസിന് ഞാൻ സ്വീകരിക്കുന്ന അർത്ഥം ഇതാണ്: എല്ലാ റക്അത്തിലും ഒരു മുഴുവൻ സൂറത്ത് വീതം ഓതുക. അങ്ങനെ റക്അത്തിന് അതിന്റെ ഓഹരി പൂർണ്ണമായും ലഭിക്കും. അതിന്റെ ക്രമമാണ് മുൻഗണന നൽകേണ്ട മറ്റൊരു കാര്യം. അതിന് തെളിവ് വഴിയൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആ പറഞ്ഞതില്? ഹലോ, ഇവിടെ അല്ലേ ആളുകള്? നമുക്ക് ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ സൂറത്തുകൾക്കും റുക്വയിൽ നിന്നും സുജൂദിൽ നിന്നുള്ള അതിന്റെ ഓഹരി നൽകുക എന്ന് പറഞ്ഞാൽ ഒരു സൂറത്തിന് ഒരു റുക്കുവും സുജൂദും എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഒരു റക്അത്തിൽ ഒരു സൂറത്ത് ഓതുന്നതാണ് പുണ്യം എന്നുള്ളത്. അപ്പൊ അൽബാനിയെ വിശദീകരിച്ച് പറയാണ് എന്ത്? എല്ലാ റക്അത്തിലും ഒരു മുഴുവൻ സൂറത്ത് വീതം ഓതുക. അപ്പം ചെറിയ ചെറിയ സൂറത്തുകൾ സെലക്ട് ചെയ്താൽ മതി സമയത്തിനനുസരിച്ച്. കുറച്ച് ദീർഘമായി നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വലിയ സൂറത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. പിന്നെ അതിന്റെ ക്രമമാണ് മുൻഗണന നൽകേണ്ട മറ്റൊരു കാര്യം. അതിന്റെ ക്രമമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറയോ?
എന്താണ് പറഞ്ഞത്? മുൻഗണന, മുവാലാത്ത് എന്ന് പറയും. ആദ്യത്തെ തർത്തീബ്. സൂറത്ത് അതിന്റെ ആ ഓർഡർ. കറക്റ്റ് അത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മള് ഒരു സൂറത്തില് പിന്നെ ഈ ഇഖ്ലാസും നാസും ഓതാൻ തീരുമാനിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫലക്കും നാസും ഓതാൻ തീരുമാനിക്കാന്ന് വിചാരിക്കുക മഗ്‌രിബില്. അപ്പം ആദ്യം ഏത് ഓതണം? ഒന്നാമത്തെ റക്അത്തിൽ ഏത് ഓതും? ഫലക്ക്. ഫലക്ക്. ഇഖ്ലാസ്. ഇഖ്ലാസും ഫലക്കും ആണെങ്കിൽ ഇഖ്ലാസ് ഓതിയിട്ട് ഫലക്ക് ഓതും. ഫലക്കും നാസും ആണെങ്കിലോ ഫലക്ക്. ഫലക്ക് ഓതിയിട്ട് നാസ് ഓതും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതായത് ഒന്നാമത്തെ സൂറത്താണ് ബഖറ, രണ്ടാമത്തെ സൂറത്ത് അങ്ങനെ. 112ാമത്തെ സൂറത്താണ് ഇഖ്ലാസ്, 113 ഫലക്ക്, 114 നാസ്. അപ്പോ ആ ഈ ഒരു ക്രമം ഉണ്ടല്ലോ, ഇറങ്ങിയ ക്രമമല്ല, ഖുറാനിൽ അടുക്കി വെച്ചിരിക്കുന്ന സൂറത്ത് 1, 2, 3 എന്നുള്ള ക്രമം ഉണ്ടല്ലോ, ആ ക്രമത്തിലാണ് ഓതേണ്ടത്. ഇപ്പൊ സബ്ബിസ്മി അല്ലാത്താക്കി ഓതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സബ്ബിസ്മി ഓതുക, പിന്നെ ഗാശിയ ഓതുക. മനസ്സിലായില്ലേ? പിന്നെ അതിപ്പം തൊട്ടടുത്ത സൂറത്ത് തന്നെ ആവണമെന്നില്ല കേട്ടോ. അപ്പം നമ്മള് ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിസ്മി ഓതി, അവസാനത്തെ റക്അത്തിൽ നമുക്ക് കാഫിറൂൻ ഓതാം. മനസ്സിലായില്ലേ? നേരെ തിരിച്ചാക്കണ്ടെന്ന് മാത്രം. അങ്ങനെ ഓദിച്ചിട്ട് തെറ്റൊന്നുമില്ല. അപ്പൊ ഒരാൾ നിസ്കരിക്കുമ്പോൾ ആദ്യം നാസ് ഓതി, പിന്നെ തബ്ബത്ത് ഓതി, ആദ്യം പിന്നെ നസർ ഓതി, പിന്നെ നാസ് ഓതി, ഇങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ തിരക്കടൊന്നുമില്ല. ഫലക്ക് ഓതി, പിന്നെ നസർ ഓതി, അങ്ങനെ ഇഖ്ലാസ് ഓതി, ഖിയാം ഓതി, കാഫിറൂൻ ഓതി, ഖിയാം ഓതി, അങ്ങനെ ഓദിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ ഇതാണ്, ഇങ്ങനെ ക്രമം ധരിച്ച് ഓതരുത് എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം പറയണം. അതിന്റെ ഹദീസുകൾ പിന്നെ വരുന്നതാണ് പറയുന്നത്. നമ്മുടെ സമയമായി, ഏതാണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമ്മളൊരു അസൈൻമെന്റ് തരാം. ഇന്നും ഞാൻ തന്നെ ഇങ്ങനെ പറയാൻ പോകുമ്പോഴേ ഒരു അസൈൻമെന്റ് തരാം. ആ അസൈൻമെന്റിൽ ഉണ്ടാവേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പേജ് നമ്പർ പേജ് നമ്പർ 117 എൻ്റെ. വ്യത്യസ്ത നമസ്കാരങ്ങളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം. അതുണ്ടോ നിങ്ങള്? 116 ആയിരിക്കും നിങ്ങളിൽ, അത് 118. ഹലോ, ഒന്ന് പറയാവോ? വ്യത്യസ്ത വ്യത്യസ്ത നമസ്കാരങ്ങളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം. 118 പേജ്. 118. ഓക്കെ. 118 മുതല് നമ്മൾ ഏതുവരെയെന്ന് അറിയോ? 118 മുതല് 118 മുതൽ പിന്നെ ഇമാമിനെ തിരുത്തൽ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അല്ല, മയ്യത്ത് നമസ്കാരം വരെ 10 പോയിന്റുകൾ. 1 പ്രഭാത നമസ്കാരം മുതൽ 10 പോയിന്റ് വരെ, മയ്യത്ത് നമസ്കാരം വരെ. ഖുർആൻ പാരായണത്തിലെ തർത്തീലും ശബ്ദം ഭംഗിയാക്കി ഓതലും എന്നുള്ളത് വരെ. 137 കണ്ടോ നിങ്ങള്? 137. ഹലോ, 137 മയ്യത്ത് നമസ്കാരം വരുന്നത്. 137. അപ്പൊ ആ മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെ 1 മുതൽ നമ്പർ ഇട്ട് പോയ 10 വരെയുള്ള നമസ്കാരങ്ങൾ, അല്ലെ? 10 വ്യത്യസ്ത നമസ്കാരങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. 1 പ്രഭാത നമസ്കാരം, 2 ളുഹർ നമസ്കാരം, 3 ഏതായിരിക്കും? അസർ, 4 മഗ്രിബ്, 5 ഇശാ, 6 രാത്രി നമസ്കാരം തഹജ്ജുദ്, 7 ഏതാ? വിത്ർ നമസ്കാരം, 8 ജുമാ നമസ്കാരം, 9 2 പെരുന്നാൾ നമസ്കാരങ്ങൾ, 10 മയ്യത്ത് നമസ്കാരം. ഇങ്ങനെ ഈ പിന്നെ നമസ്കാരങ്ങളില് ഏതൊക്കെ റക്അത്തുകളിൽ ഏതൊക്കെ സൂറത്ത് ഓതലാണ് പ്രത്യേകമായി സുന്നത്തുള്ളത് എന്ന് നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു അസൈൻമെന്റ് പോലെ എഴുതി തയ്യാറാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് ഗ്രൂപ്പിൽ അയച്ചാൽ മതി. ഒരാഴ്ച സമയമുണ്ട്. ഞാൻ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്താ ഒന്നും കൂടി ഞാൻ ടെക്സ്റ്റ് ഇട്ടുതരാം. പക്ഷെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിൽ വ്യത്യസ്ത നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ. ഇപ്പം സുബഹിയില്
ഇന്നന്ന സൂറത്തുകൾ ചൊല്ലൽ സുന്നത്താണ്. ലുഹറില് ഇന്നന്ന സൂറത്തുകൾ, അസറില് ഇന്നന്ന സൂറത്തുകൾ, മഗ്രിബിൽ ഇന്നത്, ഇഷായിൽ ഇന്നത്, ജുമായിൽ ഇന്നത്, പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഇന്നത്, വിത്ർ നമസ്കാരങ്ങളിൽ ഇന്നത്, തഹജ്ജുദിൽ ഇന്നത്, പിന്നെ എന്നൊക്കെ പറഞ്ഞ് നബി 10 വ്യത്യസ്ത നമസ്കാരങ്ങളെ കുറിച്ച് അതിൽ ചൊല്ലേണ്ട സൂറത്തുകൾ, ഫാത്തിഹയ്ക്ക് ശേഷം ചൊല്ലേണ്ട സൂറത്തുകളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് അസൈൻമെന്റ് ഉണ്ടാക്കുന്നത്. പേജ് 118 മുതൽ 138 വരെ 10 പേജിൽ 10 നമസ്കാരങ്ങൾ. അപ്പൊ അത് ഓരോ പേജിൽ ഒരു നമസ്കാരം. അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിൽ പാരന്റ്സ് മദ്രസനെ കുറിച്ച് എഴുതുക, എന്നിട്ട് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് എഴുതുക, പിന്നെ 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 നമ്മുടെ കണ്ടന്റുകളിലേക്ക് കടക്കുക. എന്നിട്ട് അവസാനം ഒരു സംഗ്രഹം, എന്താണ് ഇതിന്റെ പിന്നെ സംഭവം എന്നുള്ളതിന് സംഗ്രഹം ഉൾപ്പെടുത്തി ഒരു അസൈൻമെന്റ് നിങ്ങളുടെ പേരൊക്കെ വെച്ച് എഴുതി തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കുക. ഒരാഴ്ച സമയം, അടുത്ത തിങ്കളാഴ്ചക്ക് മുമ്പായിട്ട് ഇൻഷാല്ലാ അത് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഓക്കെ അല്ലേ? അതെന്താ കറക്റ്റ് ആയിട്ടൊന്ന് PDF അയക്കണേ, ക്വസ്റ്റ്യൻ അയക്കണേ. ക്വസ്റ്റ്യൻ ഞാൻ ഇടാം. ഇത്രേ ഉള്ളൂ. വ്യത്യസ്ത നമസ്കാരങ്ങളിൽ വ്യത്യസ്ത സൂറത്തുകൾ ചൊല്ലൽ സുന്നത്താണെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഫജ്ർ നമസ്കാരത്തിൽ അവിടുന്ന് ചിലപ്പോൾ സൂറത്തുൽ വാഖിയയും അതുപോലത്തെ സൂറത്തുകളും 2 റക്അത്തുകളിലായി ഓതാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? ഇപ്പൊ ഫജ്ർ നമസ്കാരം എന്ന് എഴുതുക, എന്നിട്ട് അതിൽ ഏതൊക്കെ സൂറത്തുകളാണ് നബി സുന്നത്തായി പഠിപ്പിച്ചത്. ഹദീസുകളൊന്നും എഴുതണ്ട, ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതി, പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി, അങ്ങനെ വിശദീകരിച്ച് എഴുതൊന്നും വേണ്ട. ഓക്കെ, നമസ്കാരത്തിന്റെ പേര് എഴുതുക, അതിൽ ഏതൊക്കെയാണ് എഴുതി പോകും. മനസ്സിലായില്ലേ? നമുക്കൊരു നമ്മുടെ മൈൻഡിൽ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയില്ല. ഇത് ഇങ്ങനെ ടെക്സ്റ്റ് പരന്ന് കിടക്കല്ലേ, അപ്പൊ അതിന് നമ്മളൊന്ന് ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ നമുക്കത് സംഭവം പെട്ടെന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ശരി, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നിൽക്കാനും കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടാനൊക്കെയുള്ള ഒരു ഉദ്യമമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. സംബന്ധിച്ച് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കാനാകട്ടെ. മരിച്ച് മൺമറിഞ്ഞു പോയവരുടെ അള്ളാഹു ഓർക്കുകയും നമ്മളെയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. രോഗം മൂലവും സാമ്പത്തിക പ്രയാസം മൂലവും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എളുപ്പത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗസയിലൊക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് ക്ഷമയും അവരുടെ ശത്രുക്കൾക്ക്, നമ്മുടെ ശത്രുക്കൾക്ക്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അർഹമായ ശിക്ഷയും നൽകി ഈ സമൂഹത്തിന് അതൊരു പാഠമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുമ്പിൽ ദൃഷ്ടാന്തമായി അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും ക്ഷമയും സ്ഥൈര്യവും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലുള്ള പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മുസ്ലിമാൻ الأحياء منهم والأموات إنك مجيب دعوات إبطال الحاجات. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم ربنا وبحمدك